സാരിയൊക്കെ ചുറ്റി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തോന്നും ഞാൻ എന്തോ പരിപാടിക്ക് പോകുന്നതെന്ന്. ഇന്ന് ആക്ച്വലി എൻ്റെ പരിപാടിയല്ല, ഇന്ന് പിള്ളേരുടെ ഡാൻസാണ്. എവിടെയാണെന്നല്ലേ, നമ്മുടെ വൈറ്റിലെ പൊന്നിരുന്ന അമ്പലത്തിൽ. അവിടെ മേക്കപ്പിന് ഞങ്ങളുടെ സ്ലോട്ട് കിട്ടിയത് 5 മുതൽ 6 വരെയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പൂരത്തിനുള്ള ആൾ 5:30 ആയിട്ട് ദേ എൻ്റെ കൊച്ചിരിക്കുന്നു വെറുതെ. മേക്കപ്പ് ഇട്ടുകൊണ്ടിരുന്ന കൊച്ചിനെ കണ്ടപ്പോൾ ഞാൻ തന്നെ പേടിച്ചു പോയി. അയ്യോ ആരാ ഇത്, ആ ഒരവസ്ഥയായിരുന്നു. പുട്ടിയിൽ കുളിച്ചിരിക്കുന്നു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, കൊച്ചിനെ ഇതേപോലെ പുട്ടിയൊക്കെ അടിച്ചിരുത്തുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതേപോലെ ഒരു ഫംഗ്ഷന് പോകുന്നത്. സ്കൂളിലൊക്കെ ആണെങ്കിലും നമ്മൾ കുട്ടി കുട്ടി മേക്കപ്പിൻ്റെ ഒക്കെ ആവശ്യമല്ലേ ഉള്ളൂ. പക്ഷേ ചെയ്തു വന്നപ്പോൾ ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അമ്മമാരുടെ കാര്യം പറയണ്ടല്ലോ, കുറച്ച് പരദൂഷണവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രോളിക്കൊന്ന് അവിടെ എങ്ങനെ ഇരുന്നു. മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് അമലുവിൻ്റെ ഫേസ് കണ്ടപ്പോൾ അമലുവിന് തന്നെ നല്ല ചിരി. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് അങ്ങ് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി. പിന്നെ അമല് മാത്രമല്ലല്ലോ ഇങ്ങനെയുള്ളത്, ബാക്കി എല്ലാ പിള്ളേരും ഏകദേശം ഈ കോലത്തിലൊക്കെ തന്നെ ആയതുകൊണ്ടിട്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടെ വെച്ച് എനിക്കൊരു കുഞ്ഞിനെ കിട്ടി കേട്ടോ. അവൻ്റെ പേരോ ഒന്നും അറിയത്തില്ലെങ്കിൽ ഞാൻ വിളിച്ചപ്പം കൂടെ വന്നു. അങ്ങനെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞത് ഞങ്ങൾ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പം പിള്ളേർ വഴിയിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു. ഞങ്ങൾക്ക് പിന്നെ ഇതൊരു വലിയ കാര്യമൊന്നും അല്ലാത്തതുകൊണ്ട് ഞങ്ങളത് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ പറയണല്ലോ ഗൈസ്, എവിടെ പോയാലും നമുക്ക് കഷ്ടകാലമായതുകൊണ്ട് പോയ വഴി മൊത്തം മഴയായിരുന്നു. ഒരു വിധത്തിലാണ് അമ്പലത്തിൽ ചെന്ന് വിട്ടത്. അമ്പലത്തിൽ ഞങ്ങൾ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ മഴ നിന്നു. പിന്നെ പരിപാടിയുടെ കാര്യം, എല്ലാ പെർഫോമൻസും ഒന്നൊന്നിന് മെച്ചെന്ന് പറഞ്ഞ പോലെയായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാം ഒന്നും വീഡിയോ ആക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അവരൊക്കെ വിചാരിക്കുക എന്താ കുറച്ച് വീഡിയോസ് മാത്രം എടുത്തിരിക്കുന്നതെന്ന്. അതിനുള്ള സ്പേസേ എനിക്കുള്ളൂ, അതുകൊണ്ടിട്ട് മാത്രമാണ് കേട്ടോ. എല്ലാം നല്ല അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, പൊന്നിരുന്നി അമ്പലത്തിലെ സംഘാടകർ അവിടെ കാണാൻ നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ടല്ലോ കപ്പ വേവിച്ചതും കട്ടൻ ചായയും. പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ, കാരണം ഇവർക്ക് ഇടയ്ക്ക് ഡ്രസ്സ് മാറാനുണ്ടായിരുന്നത് കൊണ്ടിട്ട് അന്നേരം കഴിക്കാൻ പറ്റില്ല. ഇതാണ് അവരുടെ സെക്കൻഡ് കോസ്റ്റ്യൂം. ഇവിടെ വന്നപ്പോൾ ഞാൻ അവളുടെ അടുക്കൽ പറഞ്ഞു, മോന അവിടെ കപ്പ വേവിച്ചതുകൊണ്ട് പരിപാടി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോളെന്നോട് ചോദിക്കുക, കപ്പ വേവിച്ചത് മീൻകറിയാണോ അമ്മ എന്ന് അമ്പലത്തിൽ വെച്ച്. അങ്ങനെ ഡാൻസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ നല്ല അപ്പവും സ്റ്റൂവും എല്ലാവർക്കും അനുസരണമായിരുന്നു കേട്ടോ. അവർ വിളമ്പി കൊടുത്ത് അതും, പിന്നെ കട്ടൻ ചായ വേണ്ടവർക്ക് കട്ടൻ ചായയും, പിന്നെ വെള്ളം വേണ്ടവർക്ക് അങ്ങനെ. പിന്നെ നമ്മൾ എവിടെ പോയാലും ഫുഡ് കഴിക്കാതെ വിടത്തില്ലല്ലോ ഗൈസ്. എൻ്റെ ലൈഫിലുണ്ടല്ലോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അമ്പലത്തിൽ ഇതേപോലെ ഒരു പ്രോഗ്രാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.